എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇന്നത്തെ ഈ സെഷനിൽ ഡെലിവറി കഴിഞ്ഞുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ടിപ്സ് അതാണ് തരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരങ്ങൾ എന്ന രീതിയിലാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് നിവർന്ന് നടക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് CS ആയിരുന്നു, വേദന കാരണം കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇതുകൊണ്ട് നടുവേദന വരുമെന്ന് പറയുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല മക്കളെ. ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ വടി പോലെ നിവർന്ന് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചരിഞ്ഞ് കിടക്കാം, എങ്ങനെ വേണമെങ്കിലും കിടക്കാം. ഒരേ ഒരു കാര്യം, കാലൊക്കെ നമ്മൾ ഇങ്ങനെ കവച്ച് വെച്ച് കിടക്കരുത്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു താഴെ ആ ഒരു വൂണ്ട്, എപ്പിസോട്ടമി വൂണ്ടൊക്കെ ഉണ്ട് നമ്മുടെ വജാന ഡെലിവറിയൊക്കെ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. ഇനി ചരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾക്ക് വയറുവേദന വരാതിരിക്കാൻ, കാരണം വയറിൽ നിന്ന് ആ ഒരു കുഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ വയറ് കുറച്ച് ലൂസായിരിക്കുമല്ലോ, അതിന് നമ്മൾ ഈ ബെൽറ്റ് ഇടുകയോ അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തോർത്ത് കെട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോൾ വേദനയൊന്നും വരില്ല. നമ്മൾ നിവർന്ന് തന്നെ കിടന്നില്ലെങ്കിൽ നടുവേദന വരും എന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ് കേട്ടോ. അതൊന്നും വിശ്വസിക്കുകയേ വേണ്ട. മനസ്സിലായില്ലേ? നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വജൈനൽ ലൂസനിങ് ആൻഡ് യൂറിൻ ലീക്കേജിനുള്ള റെമഡീസ് ഇടാമോ? അതിനുള്ള ഒരേ ഒരു റെമഡി എന്ന് പറയുന്നത് കീഗൽ എക്സസൈസ് ആണ്. ഡെലിവറി കഴിഞ്ഞ് ഒരു 24 മണിക്കൂറിന് ശേഷം മുതൽ തന്നെ നിത്യേന എന്നോണം ഒരു 5 മിനിറ്റ് വീതം 2 പ്രാവശ്യമെങ്കിലും കീഗൽ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യുക തന്നെ വേണം. അതൊന്നും ആരും ചെയ്യില്ല. എന്നിട്ട് അവസാനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പം അപ്പോൾ ഓടിച്ചാടി അയ്യോ ഇങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അപ്പം മുതൽ തന്നെ ചെയ്തു തുടങ്ങിയാലേ ശരിയാവുകയുള്ളൂ. അത് നിത്യേന ചെയ്യുക. ഇനി നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്തു തുടങ്ങിയാൽ മിനിമം ഒരു 6 മാസമെങ്കിലും നിത്യേന ചെയ്താലേ കുറച്ചെങ്കിലും ഒരു വ്യത്യാസം വരികയുള്ളൂ. അതല്ലാണ്ട് 1-2 ദിവസം ചെയ്തിട്ട് അല്ലെങ്കിൽ 1-2 ആഴ്ച ചെയ്തിട്ട് അയ്യോ എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് എത്ര പെട്ടെന്നാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റും അതേപോലെ എക്സസൈസും ഒക്കെ തുടങ്ങാം. ബട്ട് എക്സസൈസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ സെഷനിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് കാണുക ഈ ഇത് കഴിഞ്ഞിട്ട്. ഇനി വെയിറ്റ് ലോസ് ഡയറ്റ് എന്ന് പറയുമ്പം ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കണം. നമ്മൾ അപ്പോൾ വെയിറ്റ് ലോസ് ആകാനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും തടി കുറയണം എന്നല്ല നമ്മൾ നോക്കേണ്ടത്. എന്നാൽ തടി അനാവശ്യമായിട്ട് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതായത് നമ്മൾ ഒരുപാട് അരി ആഹാരം എടുത്ത് കഴിക്കുന്നു, ഒരുപാട് പാലൊക്കെ കുടിക്കുന്നു, ചപ്പുചവറ് സാധനങ്ങളൊക്കെ കഴിക്കുന്നു, വറുത്തതും പൊരിച്ചതും എല്ലാം ഒരുപാട് കഴിക്കുന്നു, മധുരവും ഒരുപാട് കഴിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അനാവശ്യമായ പൊണ്ണത്തടി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ലൂസ് ചെയ്യണം, എന്നാൽ കുഞ്ഞിന് പാല് കൊടുക്കുകയും വേണം, വേറെ പ്രശ്നവും വരരുത് എന്നുണ്ടെങ്കിൽ സമീകൃതമായ പോഷകാഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. നമ്മൾ അരിഭക്ഷണം അധികം കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. മുലപ്പാൽ വരാൻ അരിഭക്ഷണം ഒരുപാട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗോതമ്പും അധികം കഴിക്കേണ്ട ആവശ്യമില്ല. എന്നോട് ചോദിച്ചാൽ ധാന്യങ്ങൾ തന്നെ അധികം കഴിക്കേണ്ട ആവശ്യമില്ല. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക. നമുക്ക് പ്രോട്ടീൻ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക കേട്ടോ. നല്ല ഫാറ്റ്, നട്ട്സ്, സീഡ്സ് ഇതൊക്കെ കഴിക്കുക. എന്നിട്ട് വ്യായാമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? പ്രസവം കഴിഞ്ഞ്, അതായത് സിസേറിയൻ കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ വയറിൻ്റെ ഭാഗം തോർത്തുകൊണ്ട് കവർ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്ന സമയത്ത് വയറിൻ്റെ ഭാഗം തോർത്തുകൊണ്ട് കവർ ചെയ്യണോ? എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും വേണ്ട എന്നുള്ളതാണ്. സാധാരണ ഞാനിവിടെ ഡെലിവറി എല്ലാം പണ്ട് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് സിസേറിനെല്ലാം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ആ ഡ്രസ്സിങ് പോലും എല്ലാം എടുത്തു മാറ്റി അവിടെയൊക്കെ സോപ്പ് കൊണ്ട് നന്നായി തേച്ച് കഴുകാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വെള്ളം നനയ്ക്കാതിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ വേർപ്പൊക്കെ ഉണ്ടാകും. അതേപോലെ കുഞ്ഞിനെ നമ്മൾ കൈ പിടിച്ചിട്ട് നമ്മൾ പാല് കൊടുക്കുന്നു, അപ്പോൾ പാല് കുറച്ചിട്ട് വീഴും അവിടെ വരാം. അതുപോലെ കുഞ്ഞ് മൂത്രം ഒഴിച്ചാൽ ചിലപ്പോൾ അവിടെയൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളത് നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടില്ലേ മക്കളെ? അപ്പോൾ അത് കാരണം ഒരു ഭയവും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് അവിടെ സോപ്പ് തേച്ച് കഴുകാം. ഇനിയിപ്പം സിസേറിനൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാവുകയാണല്ലോ മോള് ചോദിച്ചത്. അപ്പോൾ സിസേറിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വയറ് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കഴുകരുത്. സ്റ്റിച്ച് ഇങ്ങനെയല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴുകാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ തേക്കുകയാണെങ്കിൽ എന്താ പറ്റുക? ആ സ്റ്റിച്ച് ചിലപ്പോൾ ഇങ്ങനെ വിടർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കഴുകുക കേട്ടോ. CS കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം? സാധാരണ നമ്മൾ വജൈന ഡെലിവറി എല്ലാം കഴിയുകയാണെങ്കിൽ നമ്മളൊരു 2-3 മാസമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. CS ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അത് ഇലക്ടീവ് CS ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ് എപ്പോൾ വന്നാലും, ഈ 20 ദിവസം കഴിഞ്ഞ് വന്നാലും നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ എവിടെയും വായിച്ചതായിട്ട് എനിക്കറിയില്ല. ഇനി എപ്പോഴെങ്കിലും ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടെങ്ങാനും ഞാൻ
എവിടെയെങ്കിലും വായിക്കുകയാണ് അല്ലെങ്കിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് അറിയിക്കാം കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് എരിവ് പുളിയുള്ള ആഹാരം, തേങ്ങയുള്ള ആഹാരം കഴിക്കാമോ? ഡെലിവറി കഴിഞ്ഞ് കഴിയുന്നതും എരിവ് പുളിയെല്ലാം കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുന്നത് നല്ലത്. വൂണ്ട് ഹീലിങ്ങിനും അതേപോലെ ആകെ മൊത്തമുള്ള നമ്മുടെ ശരീര സ്വസ്ഥതയ്ക്കുമെല്ലാം അതാണ് നല്ലത്. തേങ്ങയുള്ള ഭക്ഷണം ധാരാളമായിട്ടും കഴിക്കാം, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. പ്രഗ്നൻസിയിൽ ഷുഗർ, തൈറോയ്ഡ് ഉള്ളവർ ഡെലിവറി കഴിഞ്ഞ് ചെക്ക് ചെയ്യണോ? തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ഡോക്ടർ പറയും, അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു തൈറോയ്ഡ്, എത്ര മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഇനി പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ നിങ്ങൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചിരുന്നോ, ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചിരുന്നോ, അതൊക്കെ അനുസരിച്ചിട്ടാണ് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് യൂട്യൂബിൽ ഉത്തരം തരാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? വാട്ട് ആർ ദി ഇഫക്റ്റീവ് മെത്തേഡ്സ് ടു കൺട്രോൾ പോസ്റ്റ് പാർട്ടം ഹെയർ ലോസ്? അതായത് നമ്മുടെ പ്രസവശേഷം മുടി കൊഴിച്ചിൽ തടയുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. പ്രസവശേഷം എല്ലാവർക്കും കുറച്ച് മുടി കൊഴിച്ചിൽ ഉണ്ടാവും. അത് നമുക്ക് മാറ്റാനേ പറ്റില്ല, അത് നമുക്ക് തടയാനേ പറ്റില്ല. കാരണം ആ ഒരു ഹോർമോൺസിലുള്ള വ്യതിയാനങ്ങളാണ് ഈ ഒരു മുടി കൊഴിച്ചിലിന് കാരണം. എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണ്, അതേപോലെ മുടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ നൽകുന്ന ഭക്ഷണങ്ങളും കഴിക്കുകയാണ്, മുടിക്ക് ആവശ്യമുള്ള ശ്രദ്ധ കൊടുക്കുകയാണ്. ഹെയർ ഓയിൽ ആയാലും ശരി, ഹെയർ സിറം ആയാലും ശരി, അതുപോലെ ഷാമ്പു ആയാലും ശരി, കണ്ടീഷനിങ്ങിലായാലും ശരി, ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണ്. സ്ട്രെസ്സൊന്നും അധികം എടുക്കാതിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൊച്ചിൻ്റെ ഒരു ഒന്നാമത്തെ പിറന്നാളാകുമ്പോഴത്തേക്കും നമുക്ക് ഈ മുടി കൊഴിച്ചിലെല്ലാം പോയി, മുടി കൊഴിച്ചിലെല്ലാം നിന്ന് നമുക്ക് മുടിയെല്ലാം നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും കേട്ടോ. അതല്ലാതെ നമ്മൾക്ക് പ്രസവം കഴിഞ്ഞ് നമ്മൾ കൈയും കിട്ടിയിരുന്ന് നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഭക്ഷണം നേരെ ശ്രദ്ധിക്കുന്നില്ല, ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, തലമുടി ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മുടി കൊഴിച്ചൽ ഒരു കുഞ്ഞിന് 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സായാലും അങ്ങനെ തന്നെ നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആഫ്റ്റർ സി സെക്ഷൻ ആൻഡ് നോർമൽ ഡെലിവറി വെൻ ക്യാൻ വി റിസ്യൂം ബോഡി വർക്കൗട്ട്സ്? അതായത് സിസേറിയനും നോർമൽ ഡെലിവറി, അതായത് വജൻ ഡെലിവറി എല്ലാം കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട്സ് ഒക്കെ ചെയ്തു തുടങ്ങാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയുന്നത് ഡെലിവറി കഴിഞ്ഞാൽ കഴിയുന്നതും പെട്ടെന്ന് നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങാം. വാക്കിങ്ങും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്ട്രെച്ചിങ്ങും ഒക്കെ നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അബ്ഡോമിനൽ ക്രഞ്ചസ്, അതേപോലെ കുറച്ച് ആ ഒരു ഭാരപ്പെട്ട എക്സസൈസസ്, അതിനൊക്കെ കുറച്ച് സമയം വേണമെങ്കിൽ എടുക്കാം. അത് ഓരോരുത്തരുടെയും ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് വല്ല കോംപ്ലിക്കേഷൻസോ വേറെ വല്ല പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളതനുസരിച്ചിരിക്കും. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള വർക്കൗട്ടൊക്കെ ചെയ്തു തുടങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഗൈഡ് ലൈൻസ് പറയുന്നത്. അബോർഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് ഞാൻ, ദുബായിലാണ്. അപ്പോൾ ഈ മരുന്നൊക്കെ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ മരുന്നുകളൊക്കെ കഴിച്ചില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ? ഒരു കുഴപ്പമില്ല മക്കളെ, ഒരു കുഴപ്പമില്ല. മോള് കാൽഷ്യം വൈറ്റമിൻ ഡി മാത്രം കഴിക്കുക, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ ആയുർവേദ മരുന്നാണ് മോൾ ഉദ്ദേശിച്ചത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മോള് പേടിക്കാതിരിക്കുക കേട്ടോ. പ്രത്യേക രീതിയിൽ കുളി ആവശ്യമാണോ പ്രസവം കഴിഞ്ഞാൽ? എന്താ മോൾ ഉദ്ദേശിച്ചത്? പ്രത്യേക രീതിയിൽ കുളി? വളരെ തിളച്ച വെള്ളം എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് ഒഴിക്കുക എന്നുള്ളതാണ്. എൻ്റെ അമ്മ അതിനൊന്നും പോകരുത് കേട്ടോ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പ്രസവം കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് പറ്റാവുന്ന സഹിക്കാവുന്ന ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഒരുപാട് ചൂടുള്ള വെള്ളമൊന്നും എടുത്ത് കുളിക്കേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് മറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പലരും ന്യൂ മം മറ്റേണിറ്റി പാഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ബെറ്റർ ആണോ? ചിലർ പറയുന്നു അത് ഉപയോഗിച്ചാൽ യൂട്രസ് വികസിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. മറ്റേണിറ്റി പാഡ് ഉപയോഗിച്ചാൽ യൂട്രസ് വികസിച്ച് വരുമോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം മറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൈൽസ് ആഫ്റ്റർ ഡെലിവറി സർജറി ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുമോ? പ്രഗ്നൻസിക്കിടയിൽ ഉണ്ടാകുന്ന പൈൽസിന് എന്താണ് പരിഹാരം? മക്കളെ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൈൽസ് ആഫ്റ്റർ ഡെലിവറി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം അതല്ലേ മോളുടെ ചോദ്യം അല്ലേ? പുറത്തേക്ക് നമ്മുടെ പൈൽസ് തള്ളി നിൽക്കുന്നു ഡെലിവറി കഴിഞ്ഞ്, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രസവത്തിന് മുൻപ് നമുക്ക് പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ പൈൽസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലും അത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നും ശ്രദ്ധിച്ച് നമ്മുടെ ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് നാര് ധാരാളമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് എരിവും എണ്ണയും പുളിയൊക്കെ കുറച്ച് നമ്മൾ ശോധനയൊക്കെ നല്ല രീതിയിൽ വരുത്താൻ നോക്കി നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറയേണ്ടതാണ്. കാരണം ആ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ യൂട്രസിൻ്റെയും കൊച്ചിൻ്റെയൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ, അത് കാരണമാണ് ഈ പൈൽസ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. എന്നിട്ടും കുറയുന്നില്ല. അത് കാരണം നമുക്ക് വളരെ അസ്വസ്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണുക. എന്നിട്ട് ഡോക്ടർ പറയുന്ന പോലെ കേൾക്കുക. കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്, മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ശരിയായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? നോർമൽ ഡെലിവറി കഴിഞ്ഞ് വയർ മുറുക്കി കെട്ടണോ? വയർ മുറുക്കി കെട്ടാൻ പറ്റിയാൽ നല്ലതാണ്. കെട്ടുന്നത് നമുക്ക് ആകെ മൊത്തം ഒരു വയറിന് മാത്രമല്ല മുതുകിനും ഒരു ബലം കിട്ടും കേട്ടോ. അതേപോലെ ഈ യൂട്രസിൽ നിന്നും കുഞ്ഞൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ലൂസായിട്ട് ആവില്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിയുമ്പോഴൊക്കെ വേദന വരും. ഇപ്പോൾ വയറ് മുറുക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോഴും ആ വേദന കുറയ്ക്കാനും അതേപോലെ ബാക്കിന് കുറച്ചുകൂടി ഒരു സപ്പോർട്ട് കിട്ടാനും അത് സഹായിക്കുമെന്നാണ്
എനിക്ക് പേഴ്സണലായിട്ടുള്ള ആ ഒരു അഭിപ്രായം കേട്ടോ. വൈ ആം ഐ സോ ഗ്യാസ്ട്രിക് ആഫ്റ്റർ നോർമൽ ഡെലിവറി? ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ മോൾ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. നെഞ്ചരിച്ചിൽ വരുന്നു എന്നുള്ളത് കൊണ്ടാണോ ഉദ്ദേശിച്ചത്? നമ്മൾ ചിലപ്പോൾ നമുക്ക് വിശന്നിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എരിവും പുളിയും എണ്ണയൊക്കെ കഴിച്ചിട്ടായിരിക്കാം. വിശന്നിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തടി അനാവശ്യമായിട്ട് ഒരുപാട് കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. മുരിങ്ങ ടാബ്ലറ്റ് സി സെക്ഷൻ ഡെലിവറി കഴിഞ്ഞാൽ എപ്പോൾ തുടങ്ങാം? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പലരോടും സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഡെലിവറിക്ക് ഒരു 2-3 ദിവസം മുമ്പ് മുതൽ തന്നെ മുരിങ്ങ ടാബ്ലറ്റ് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാല് നന്നായിട്ട് വരാനും ആ പാലിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി നല്ല രീതിയിൽ മെച്ചപ്പെട്ടതായിട്ട് വരാനും സഹായിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ഞാൻ പറയുന്നത് മുരിങ്ങ ടാബ്ലറ്റ്സ് ഡെലിവറിക്ക് ഒരു 2 ദിവസം മുമ്പ് മുതൽ തന്നെ കഴിച്ചു തുടങ്ങിക്കോ, കുഴപ്പമില്ല. ഇനി ചിലർക്കൊക്കെ ഈ പാലൊക്കെ വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിച്ചാൽ പോരെ എന്നുള്ളൊരു ശങ്കയുണ്ടാവും. അങ്ങനെയുള്ളവരോട് ഞാൻ പറയും ശരി, അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ കഴിച്ചോളൂ, അപ്പം കഴിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറയും കേട്ടോ. കഴിക്കുന്നുണ്ട്, നേരത്തെ കഴിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം ബെൽറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണവും ദോഷവും അതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകം ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് മോളെ. ഇതിലിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പോസ്റ്റ്മോർട്ടം ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കത് സൗകര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സിസേറിന് ശേഷം എങ്ങനെയാണ് കറക്റ്റായി കിടക്കേണ്ടത്? അത് എത്ര ദിവസമാണ് അങ്ങനെ തന്നെ കിടക്കേണ്ടത്? പില്ലോ യൂസ് ചെയ്യാമോ? സിസേറിന് ശേഷം ആദ്യത്തെ ഒരു 4-5 മണിക്കൂർ, ഒരു 6 മണിക്കൂർ വരെ പില്ലോ തരില്ല. കാരണം നമ്മൾ ഈ സ്പൈനൽ അനസ്തേഷ്യയിലാണല്ലോ സിസേറിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 മണിക്കൂർക്ക് നമുക്ക് പില്ലോ തരില്ല. അതിനുശേഷം നമുക്ക് പില്ലോ ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും കിടക്കാം കേട്ടോ. തലകുത്തി നമ്മൾ ആരും കിടക്കില്ലല്ലോ അല്ലേ? ചരിഞ്ഞ് കിടന്നാലും കുഴപ്പമില്ല, നിവർന്ന് കിടന്നാലും കുഴപ്പമില്ല. ഈ സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ്, കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കിടക്കാം. പോസ്റ്റ് ഡെലിവറി അവോയ്ഡ് ചെയ്യേണ്ട ഫുഡിൻ്റെ കാര്യം അത് ഈ സെഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഒക്കെ കൂടാതിരിക്കാൻ അനാവശ്യമായിട്ട് ഭക്ഷണം നമ്മൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കഴിയുന്നതും എരിവ് എണ്ണ പുളിയൊക്കെ കുറച്ച് കുറയ്ക്കണം നല്ലതാണ്. സ്പൈസി ഫുഡൊക്കെ അല്ലെങ്കിൽ തന്നെ ആരോഗ്യത്തിന് നല്ലതല്ല. പ്രസവം കഴിഞ്ഞിട്ട് ഉടനെ അതൊക്കെ കഴിയുന്നതും കഴിക്കാതിരിക്കുക. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആ ഒരു അംശം പാലിലൂടെ കൊച്ചിനും കിട്ടുമല്ലോ അല്ലേ? അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണം. അതേപോലെ ഗ്യാസ് ഒരുപാട് വരുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനും അത് ചിലപ്പം ഒരു പ്രശ്നം വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കുറച്ച് ഒഴിവാക്കുക. എന്താ ഡെലിവറിക്ക് ശേഷം വരുന്ന ഫിഷേഴ്സിനെ കുറിച്ച് വീഡിയോ ഇടാമോ? മക്കളെ ഞാനൊരു സർജനോട് പറഞ്ഞിട്ടുണ്ട് ഫിഷറിനെ കുറിച്ച്, പൈൽസിനെ കുറിച്ച്, ഡയസ്റ്റാസിസ് റെക്റ്റയെ കുറിച്ച്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ഇടാൻ നമ്മുടെ അടുത്ത് വരണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ടോക്ക് ഷോ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് സമയം തരിക, കുറച്ച് മാസങ്ങളോട് എനിക്ക് സമയം തരണം, എന്നിട്ട് എനിക്ക് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് ചെയ്യാം. എന്താ ഞാൻ പറയുന്നതിനെക്കാട്ടിലും സർജൻ്റെ അടുത്ത് ഒരു Q&A പോലെ ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താ പ്രസവ ശുശ്രൂഷ എന്ന പേരിൽ പെൺകുട്ടികളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഒരു ബൈസ്റ്റാൻഡറിനെ വെക്കുന്ന രീതിയുണ്ട്. ഇത് ശരിയായ കാര്യമാണോ? ശുദ്ധ തെറ്റാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യണം? നമ്മുടെ നാടൊരിക്കലും നന്നാവില്ല. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഓൺ ഫേസ് ആൻഡ് നെക്ക് മാറാൻ എന്ത് ചെയ്യണം? ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ മോളെ? മെലാസ്മ അല്ലെങ്കിൽ സ്കിൻ ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വീഡിയോ ഉണ്ട്. അത് ഗർഭിണികൾക്കുള്ള വീഡിയോകൾ എന്ന പ്ലേലിസ്റ്റിലാണ് ഉള്ളത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രസവം കഴിഞ്ഞത് മാറാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേപോലെ പ്രഗ്നൻസി ടൈമിൽ തന്നെ അത് കുറച്ച് കുറയാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്ലീസ് അത് പോയിട്ട് കാണും കേട്ടോ. ഹൗ ലോങ് ഇറ്റ് ഈസ് റെക്കമെൻഡ് ടു കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡിങ്? നോക്കൂ, നമുക്ക് പറ്റുകയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കൊച്ചിന് 2 വയസ്സ് വരെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാവുന്നതാണ്. 6 മാസം വരെ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലത്, വളരെ സന്തോഷം. 1 വയസ്സ് കഴിഞ്ഞാൽ കൊച്ചിന് ബാക്കി ഭക്ഷണങ്ങളും എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. നൈറ്റിൽ നമുക്ക് ഫീഡിങ്ങും കൊടുക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? 2 വയസ്സ് വരെ പറ്റിയാൽ കൊടുക്കാം. ഇനി പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റിയാൽ നമുക്ക് കൊടുക്കാം. ഡെലിവറിക്ക് ശേഷം വരുന്ന കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെലിവറിക്ക് ശേഷം വരുന്ന കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാൻ വെള്ളം നന്നായിട്ട് കുടിക്കുക, പാനീയങ്ങൾ നന്നായിട്ട് കുടിക്കുക, നാരുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ചില തരത്തിലുള്ള ഈ ആയുർവേദ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചില തരത്തിലുള്ള ആയുർവേദ പ്രിപ്പറേഷൻ, ചില കഷായമാണെങ്കിലും അരിഷ്ടമാണെങ്കിലും ലേഹ്യമാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞിട്ട് ആ മരുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. മനസ്സിലായില്ലേ? മെയിനായിട്ട് എന്താ? നമ്മൾ ഭക്ഷണ ക്രമീകരണം, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് വിസിറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകമായിട്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് പോയിട്ട് കാണുക കേട്ടോ. ഡെലിവറിക്ക് ശേഷം ഫ്ലൈറ്റ് ജേർണി എപ്പോൾ ചെയ്യാം? നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരുപാട് വണ്ണം വെച്ചിരിക്കുന്നവർ ഡെലിവറിക്ക് ശേഷം ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ ഒരു സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വെയിറ്റ് ലോസിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് തന്നെയാണ് വെയിറ്റ് ഗെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ അവർക്ക് വെയിറ്റ് ലോസ് വരുമല്ലോ അല്ലേ?
കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദ്യമായിരിക്കും. ഡെലിവറി കഴിഞ്ഞ് ഭാവിയിൽ നടുവേദന വരാതിരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും അല്ലേ. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയും നേരത്തെ നമുക്ക് എക്സസൈസസ് ഒക്കെ ചെയ്ത് തുടങ്ങാമെന്ന് ഡോക്ടർ പറയുന്നു. അത്രയും നേരത്തെ തന്നെ എക്സസൈസസ് ചെയ്തു തുടങ്ങുക. അങ്ങനെയാണെങ്കിലാണ് ബാക്ക് മസിൽസ് എല്ലാം നല്ല ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായി വരുന്നത്. ഇനി വിറ്റമിൻ ഡി, അതേപോലെ കാൽഷ്യം, ഇവയെല്ലാം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് മുടങ്ങാണ്ട് കഴിക്കുക. അറ്റ്ലീസ്റ്റ് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്നിടത്തോളം കാലമെങ്കിലും. പിന്നെ നമ്മൾ കുഞ്ഞ് നിവർന്ന് ഓരോ കാര്യങ്ങൾ കുഞ്ഞിനെ എടുക്കുക അല്ലെങ്കിൽ വേറെ ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുകയോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക. മനസ്സിലായില്ലേ? പിന്നെ ശരീരഭാരം ഒരുപാട് കൂടാതിരിക്കാനും ശ്രദ്ധിക്കുക. ഒരുപാട് ശരീരഭാരം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ബാക്ക് പെയിൻ വരും. മനസ്സിലായില്ലേ? ഒരുപാടധികം റെസ്റ്റ് കൂടുതലെടുത്താലും പെയിൻ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡെലിവറി കഴിഞ്ഞ് അറ്റോണിക് PPH ആയി. അപ്പോൾ പോസ്റ്റ് ഡെലിവറി കെയർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അറ്റോണിക് PPH എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു പ്രസവം കഴിഞ്ഞ് മറുകുട്ടിയുമെല്ലാം പോകുന്ന ശേഷം യൂട്രസ്, അതായത് ഗർഭപാത്രം പൂർവ്വസ്ഥിതിയിലാകാതെ അത് കൺട്രാക്ട് ചെയ്ത് അത് ചുരുങ്ങാൻ കുറച്ച് സമയമെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ, ബ്ലീഡിങ് കുറേ അധികം പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാകും. അപ്പോൾ തന്മൂലം ചിലർക്കൊക്കെ എന്താ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം കൊടുക്കേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ പാക്ഡ് സെൽസോ അല്ലെങ്കിൽ ഹോൾ ബ്ലഡോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? റെസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ആവശ്യമാണ്. അയേൺ നിറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതേപോലെ അയേൺ സപ്ലിമെൻറ്റ്സ് കഴിക്കണം. അതേപോലെ വൂണ്ട് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ സിങ്ക്, വിറ്റമിൻ സി ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളും അതേപോലെ ഈ സപ്ലിമെൻറ്റ്സും എല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ വേറെ എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആ വൂണ്ട് നന്നായിട്ട് ഹീൽ ചെയ്യണം. നമുക്ക് ക്ഷീണമൊന്നും വരരുത്. റെസ്റ്റൊക്കെ എടുക്കുക. ആവശ്യത്തിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്താ, ഡെലിവറി കഴിഞ്ഞ് എപ്പോൾ മുതൽ ഫ്രൂട്ട്സ് കഴിച്ചു തുടങ്ങാം? എപ്പോൾ വേണമെങ്കിലും കഴിച്ചു തുടങ്ങാം. ഡെലിവറി കഴിഞ്ഞ് ആ ലേബർ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ കഴിക്കാം. ഒരു വിരോധവും ഇല്ല കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എക്സസൈസ് ഇന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നുണ്ടോ? നമുക്ക് രാവിലെ ടൈം കിട്ടുന്നില്ല, രാത്രിയാണ് ടൈം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ചെയ്യാമോ എന്നാണ് ചോദ്യം. നോക്കൂ മക്കളെ, ഒന്നും ചെയ്യാതിരിക്കുന്നതിലും എത്രയോ നല്ലതാണ് എപ്പം നമുക്ക് സമയം കിട്ടുന്നോ അപ്പം ചെയ്യുക. ഇനി ഒറ്റയടിക്ക് ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചായിട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് ചെയ്യുക. അങ്ങനെ വിട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞുള്ള എക്സസൈസസിൽ ആ പെൽവിക് ഫ്ലോർ എക്സസൈസസ് ഉൾപ്പെടുത്തണം, ബാക്ക് എക്സസൈസസ് ഉൾപ്പെടുത്തണം. വാക്കിംഗ് വളരെ നല്ലതാണ്. ഈവൻ ഈ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ വളരെ നല്ലതാണ്. മനസ്സിലായില്ലേ? ഈ ഡംബൽസും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. അതേപോലെ കോർ സ്ട്രെങ്തനിങ്, അബ്ഡോമിനൽ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനും എല്ലാം നമുക്ക് ചെയ്തു തുടങ്ങാം. എക്സസൈസസ് എപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞ് ചെയ്തു തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി കുറേ ലൈവ് സെഷൻസിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ വീഡിയോസായിട്ട് വേണമെങ്കിൽ പ്രത്യേകമായിട്ട് ഒന്നും കൂടി ഇടാം സമയം കിട്ടുമ്പോൾ. പോസ്റ്റ് ഡെലിവറി എക്സസൈസ് വീഡിയോ ചെയ്യാമോ? ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അതിനുവേണ്ടി എക്സസൈസിന് വേണ്ടി കിടന്നു തരാൻ ഒരാളെ കിട്ടണം. അതാണ് പാട്. നോക്കട്ടെ കേട്ടോ. പ്രസവം കഴിഞ്ഞ് എങ്ങനെയാണ് വയറ് കെട്ടുക എന്നുള്ളത് കാണിച്ചു തരാമോ? മക്കളെ, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണുക. ഒന്നല്ല, 2 വീഡിയോ. ഒരു വീഡിയോയിൽ നമ്മളത് എങ്ങനെയാണ് കെട്ടുന്നത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് ഓരോരുത്തർക്കും പലരും ആ വീഡിയോയുടെ താഴെ ചോദിച്ച സംശയങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്ലീസ് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെ പ്രസവം കഴിഞ്ഞുള്ളവർക്കും അതേപോലെ ചെറിയ കുട്ടികളും ഉള്ളവർക്കും ഉള്ള വീഡിയോകൾ എന്ന പ്ലേലിസ്റ്റിൽ പോയി തപ്പിയാൽ മതി. റൈറ്റ്? ഞാൻ അങ്ങടേക്ക് ഇപ്പോൾ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.